എന്തൊക്കെ പറഞ്ഞാലും മനസ്സിനിപ്പോ വല്ലാത്തൊരു ആശ്വാസമുണ്ട് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്യാമയ്ക്ക് മാത്രമേ തോന്നൂ. ആ, സമ്പാദിച്ചു വച്ചതൊക്കെ മകൾക്ക് വേണ്ടിയാണെന്ന് ശ്യാമ പറഞ്ഞു. ചിലപ്പോ സ്വാർത്ഥതയുള്ള അമ്മയാണെങ്കിൽ മകളും അവളെ വിവാഹം കഴിച്ചവനും മാത്രമേ അതൊക്കെ ആസ്വദിക്കട്ടെ എന്ന് കരുതുമായിരുന്നില്ലേ? പ്രത്യേകിച്ച് കുടുംബത്തിന്റെ കടം വീട്ടാൻ തന്റെ സമ്പത്ത് വിട്ടുകൊടുക്കണോന്ന് ആഗ്രഹിക്കില്ലല്ലോ. ഞാനും ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. മരുമക്കൾ വന്നു കയറുമ്പോ അവരുടെ കുടുംബം സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധുക്കളാണ്. ഇതിപ്പോ ബന്ധം കൊണ്ട് മാത്രമല്ല, ചെയ്യുന്ന കർമ്മം കൊണ്ടും ശ്യാമ നമ്മുടെ കുടുംബത്തിൽ ഒരാളായി മാറിയിട്ടുണ്ട്. പരമേശ്വര, നീ ഇതുവരെ മനസ്സുകൊണ്ടുപോലും ഒരാളെ ദ്രോഹിക്കുന്ന കാര്യം ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. എന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീയും നിന്റെ സ്ഥാപനങ്ങളും നമ്മുടെ കുടുംബവും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് അങ്ങനെ പൂർണ്ണമായി നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരു കൈ സഹായം ശ്യാമയെ ഏൽപ്പിച്ചു എന്ന് കരുതിയാ മതി. അതെ അമ്മേ. പെട്ടെന്നൊരു ദിവസം ആളുകളുടെ മുന്നിൽ ഒന്നുമില്ലാത്തവനായി തലകുനിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. രാധികമോളുടെ അവകാശത്തിൽ നിന്ന് എടുക്കുന്ന ഓരോ പൈസയും കൃത്യമായി അവൾക്ക് തിരിച്ചു കൊടുക്കണം. അത് അവളുടേത് തന്നെയാണ്. ഒരു ബാങ്ക് ലോൺ പോലെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് സഹായങ്ങൾ വാങ്ങാറുള്ളത് പോലെ. അങ്ങനെയാ ഞാനിപ്പത് കാണുന്നത്. അതെ, അങ്ങനെ കാണുന്നു, അത് വീട്ടുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് മോള് കേൾക്കി പറയാൻ നിൽക്കണ്ട. എന്നെ അത്രയ്ക്ക് അകറ്റിയെന്നും പറഞ്ഞ് അവള് പിന്നെ കരയാൻ തുടങ്ങും. ഏയ്, ഞാനൊന്നും പറയുന്നില്ല. താനത് മനസ്സിൽ വെച്ചാ മതി. അഥവാ എനിക്കെന്തെങ്കിലും വന്നാൽ പോലും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? മനസ്സിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന കാര്യം വന്നാല് ഉടനെ തന്നെ മരണത്തിനെ കുറിച്ച് പറയും. മനുഷ്യന്റെ കാര്യമല്ലേ അമ്മേ, എല്ലാം ഒന്ന് പറഞ്ഞേൽപ്പിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞു ഏൽപ്പിക്കണ്ട. കേൾക്കുമ്പോ മനസ്സിന് എന്തൊരു വിഷമാണെന്നറിയൂ. പറയുന്ന ആൾക്കൾ ഇപ്പോ ആർക്കും എന്തും സംഭവിക്കാലോ, എപ്പ വേണോ സംഭവിക്കാലോ എന്നൊക്കെ ചോദിക്കും. കേൾക്കുന്നവരുടെ ഉള്ളിലെത്തി. ആ, മതി മതി. തൽക്കാലം കിട്ടിയ ആശ്വാസത്തിൽ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം.